എന്തായാലും ഇവിടുന്ന് കാണണ്ടേ ഇവിടുന്ന് ഇറ്റത്ത് പോയി നിന്നിട്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടെ എന്താ നോക്കണേ, ഇത് എവിടുന്ന സ്ഥലം? അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ ഞാൻ കുണുക്കനെവിടെ കുണുക്കനും ഞാളായിട്ടുള്ളത്. ഇന്ന് വേറെ ഒന്നല്ല, ഇന്ന് നമ്മുടെ സിജേൻ്റെ കല്യാണം കേട്ടോ. വേറെ അല്ല, നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്നു സിജേട്ടൻ, ആളുടെ കല്യാണമാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവരൊക്കെ ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ ഈ മൂന്നാളാണ് ഇപ്പോൾ പുറത്ത് നിൽക്കുന്നവർ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാലാണല്ലോ എല്ലാത്തിനും വരിക്ക് കയറ്റണ്ടേ. അപ്പോൾ എത്തിയിട്ടില്ല. അവരെ പരിപാടി നോക്കട്ടെ എല്ലാത്തുവാ. അപ്പോൾ എൻ്റെ കുഞ്ഞിപ്പെണ്ണും കുണുക്കനും ഞാനും പുറത്ത് വെയിറ്റിംഗ് ആണ്. സിജേനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, കല്യാണം കഴിഞ്ഞപ്പോൾ കുറേ ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് പെട്ടെന്നായിരുന്നു ആ ബോണ്ട് ഉണ്ടായത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ പോകണം. അതുകൊണ്ടാണ് നമ്മൾ കല്യാണത്തിന് വിളിച്ചു നമ്മൾ പോണത്. മോളുടെ പരിപാടിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇല്ല കാത്തുവോ? നമ്മുടെ കാത്തുവിൻ്റെ പരിപാടിക്കൊക്കെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ പരിപാടിക്ക് എന്തായാലും പോകണം. ഏട്ടൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. കാരണം ഏട്ടൻ എന്തുണ്ടെങ്കിലും എനിക്ക് ചോദിക്കാനായാലും എന്തുണ്ടെങ്കിലും ഏട്ടനോട് ധൈര്യത്തിൽ ചോദിക്കാവുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ആളുടെ കല്യാണം അടിപൊളിയാവട്ടെ. അപ്പോൾ നമുക്ക് ആ ഇന്നത്തെ പരിപാടി ആ ഒരു യാത്രയും കാര്യങ്ങളൊക്കെയാണ്. കാത്തുമ്മാണെങ്കിൽ ഫുൾ അലമ്പായിട്ട് കാത്തുമ്മ ഇരിക്കാന്. അലമ്പിൻ്റെ അലമ്പാണ് അല്ലേ കാത്തുവോ? അല്ലേ അലമ്പല്ലേ എല്ലാന്ന് കണ്ട. കാത്തു അലമ്പൊന്നുമല്ല, എൻ്റെ കുഞ്ഞിപ്പൊന്ന് സൂപ്പറാ അല്ലേ അല്ലേ ആണ് കേട്ടോ കുണുക്കനിതാ. അപ്പോൾ ഇനി അവർ വരട്ടെ ഓരോരുത്തരായിട്ട്. അല്ലേ കാത്തുവോ? നമുക്ക് പോകണ്ടേ? ആലപ്പുഴയിൽ വെച്ചിട്ടാട്ടോ പരിപാടി. വൈകിട്ടാണ്. അപ്പോൾ 6 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്തിയാൽ മതി. അത് കാരണമാണ് പിന്നെ ഇങ്ങനെ കുറച്ച് ടൈമായാലും കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് ഇരിക്കുന്നത്. അപ്പോൾ 6 മണി, ഇപ്പോൾ സമയം ഒരു 11 മണിയായിട്ടുണ്ടാവും. എന്തായാലും ഒരു 5 മണിക്കൂറത്തെ യാത്ര എന്തായാലും നമുക്ക് ഇവിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെയും കൂടി കണ്ടിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. ഇങ്ങനെ സമയം 12 മണിയാവാനാ പോണേ. അറിയാ പോണ്ടേന്നല്ല ഞങ്ങളിവിടെ പോവാ മോനെ. 11:30 4 മണിക്കൂർ കാണിച്ചത് ഇപ്പൊ 5 മണിക്കൂറാ. ഞാൻ പറഞ്ഞില്ല എന്തോണിക്ക് കിളി പോയ പോലെ ഇരിക്കണേ? കിളി പോയ പോലെ എന്താ പറയേ? ബാബുക്കല്ലേ പോക്ക് എന്താ ഇവിടെ? എന്നാ അലമ്പിന്റെ അലമ്പാണ് കാത്തു. എലുമ്പല്ല അലമ്പ്. കയ്യില് പിടിക്കും. അയ്യോ മതി കാത്തു പോവാ. ഇവിടെ നോക്കി ഈ പണിയൊക്കെ എനിക്കുള്ളതാ. ഇവരെന്നെ കൊണ്ടുപോകണമെങ്കിൽ ഇവർക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുക്കണം. എന്താ ചെയ്യല്ലമ്മ? പോണ്ടേ? പുതിയ ചെരുപ്പ് കണ്ടാ ഇവിടെ ഇരിട്ടാണല്ലോ. പോവാ പൊന്നാ. ഇവിടെ ഒരാൾക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. കിട്ടിയോണ്ട്
അപ്പൊ അങ്ങനെ പോവാൻ നോട്ടെ, ബാക്കിയുള്ള വിശേഷം കാണാം. അമ്മ അമ്മ ഇങ്ങനെ അമ്മയുടെ ബാക്കിൽ മഞ്ഞപ്പ് ഭയങ്കര മഞ്ഞപ്പായി പോയി. ആ അമ്മ ഏതാണ്ട് മദാമക്കുട്ടി പോലെ ആയിപ്പോ. ചെറുതൊന്നുമില്ലേ? അങ്ങനെ കാത്തുമ്മയ്ക്ക് എനിക്ക് വേണ്ടി രണ്ട് ഭാഗമാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ കാത്തുമ്മ അവളേന്നൊന്നല്ല എൻ്റെ നിന്ന് പറക്കിയെടുത്തിട്ട് കഴിക്കില്ലായിരുന്നു അവളെ മെയിൻ ഹോബി. പിന്നെ ഒരു ചുമ്മാ വാരിച്ചു കൊടുത്തു പച്ചച്ചോറ്. പക്ഷെ അവൾക്ക് പച്ചച്ചോറ് ഇഷ്ടമല്ല കേട്ടോ. അവൾക്കെല്ലാം കറികൾ കൂട്ടിയിട്ട് ചോറ് ഉണ്ടെന്നാണ് അവൾക്ക് നോർമൽ ഇഷ്ടം. കറികളൊന്നും വരാത്തതിന് ഞാൻ വായിൽ വെച്ച് കൊടുത്തതാണ്. പിന്നെ കറികളൊക്കെ വന്ന് കാത്തുമ്മയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, കൂടെ ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ടൈം കളയാനില്ല, പെട്ടെന്ന് തന്നെ ആലപ്പുഴയ്ക്ക് പോകണം. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അവൾക്കൊക്കെ വായിൽ വെച്ച് കൊടുത്ത് ആരെങ്കിലും ഫുഡ് അടി കഴിഞ്ഞാൽ അവരെല്ലാം ഉണ്ണിനെ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ കഴിക്കാറുള്ളൂ. എനിക്കിപ്പോൾ നോർമലി ചോറിനോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒപ്പം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാത്തുമ്മിക്ക് എൻ്റെ ഇടയിൽ വായിൽ വെച്ച് കൊടുക്കണമായിരുന്നു. കാത്തുമ്മിക്ക് എരിഞ്ഞിട്ട് എനിക്ക് എൻ്റെ നിന്ന് വെള്ളം മേടിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ പ്രാവശ്യം ചോറുണ്ട് വെള്ളക്കാന്താരിയിൽ നിന്നാണ്. അടിപൊളി ചോറായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഒരിക്കലല്ല, ഞങ്ങൾ മുന്നും കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എറണാകുളത്ത് വന്ന് ഞങ്ങൾക്ക് തന്നെ 2-3 കടകളുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ചോറുണ്ട്, നല്ല ടേസ്റ്റുള്ള കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ എൻ്റെ ഇടയിൽ അമ്മ ചോറുണ്ണാറില്ല. ഇന്ന് ഞങ്ങളെല്ലാവരും നിർബന്ധിച്ചു. കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ക്ഷീണം കൂടുതലായിരിക്കും. അപ്പോൾ വയ്യാതെ ആവേണ്ട, ആലപ്പുഴ വരെ എത്തേണ്ടത്, അല്ലെങ്കിൽ എവിടെ നിർത്താൻ ടൈമില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചപ്പോൾ അമ്മ കുറച്ച് ചോറ് ഉണ്ണുന്നുണ്ട്. ആ കുന്നു പോലെ കാണുന്നത് അമ്മയുടെ അല്ല ചക്കമ്മയുടെയാണ്. അമ്മയ്ക്കും ചക്കമ്മയ്ക്കും വേണ്ടിയിട്ട് ഒറ്റ അല്ല കേട്ടോ. അപ്പോൾ അതിൽ അമ്മയും ചക്കമ്മയും 2 ഭാഗമാക്കി മാറ്റി വെച്ചൊക്കെയായിരുന്നു. അതിൽ അമ്മയ്ക്ക് കുറച്ച് ചോറ് എടുത്തുള്ളൂ, ബാക്കി ചക്കമ്മയുടെ ആയിരുന്നു. ഓക്കെ, അങ്ങനെ ഡ്യൂട്ടിക്ക് മിറ്റാക്കി എത്തിയിട്ടാ. ഇപ്പോൾ സമയം 6 മണിയായി, നമ്മൾ എത്താറായിട്ടാ. അപ്പം ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അത് നോക്കുന്നുണ്ട്. ആ ഡ്രസ്സൊക്കെ മാറി അടിപൊളിയായിട്ട് പോവാം. അപ്പം ഞാൻ ഒരു ചായ, അപ്പുറത്തൊരു ചായയുടെ ഒരു ഇതുണ്ട്, മിഷൻ ചായയാണ്. അപ്പോൾ ഒരു ചായ കുടിച്ച് ഓക്കെ. അപ്പോൾ കാത്തേൻ്റെ പോകുന്നുണ്ട്. അല്ല പിന്നെ അവൾക്ക് മിഠായി കണ്ടപ്പോ സന്തോഷായി. നേരത്തെ കരയാന്ന്. ഓക്കെ ഓക്കെ. അങ്ങനെ വൈകിട്ടാണ് പരിപാടി. അപ്പോൾ അതുകാരണമാണ് ഈ ഒരു ടൈം നമ്മൾ കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ മാറി കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇപ്പം ഒന്ന് നോക്കി വെച്ചോട്ടാ. ഇതാണ് കോലം. എന്താ റീൽസ് ഇങ്ങനെ റീൽസ് എടുത്തരും, അല്ലല്ല ഒരു വീഡിയോ എടുത്തരും. ഇങ്ങനെയല്ല, വേറെ കൊള്ളാൻ പിടിക്കാം. നമ്മൾ ഈ കൂറകൾ ഇങ്ങനെ ഓരോന്നോരം കയറുക വണ്ടിക്ക്, ഇത് അടയ്ക്കുക, അടച്ചിട്ട് ഇത് ഇറങ്ങുമ്പോൾ ഒക്കെ ബാക്കി പോയി അങ്ങനെ റീൽസ് എടുക്കണം. ഓക്കെ, നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് പുതിയ പുതിയ ഐഡികളുമായി കാത്തുനിർത്തെ. അപ്പൊ എനിക്ക് മുള്ളുണ്ട്. ഫസ്റ്റ് ഞാൻ മുള്ളിക്കോട്ടെ, പിന്നെ പണി കഴിഞ്ഞില്ലേ? ഇങ്ങനെ ആ കുട്ടിയുടെ ഒരു അടിച്ചു എനിക്ക് വേണ്ട, ഞാൻ ഒരു ടൈമിന് തിന്ന സാധനം ഇപ്പൊ നിർത്തി. ഇഷ്ടപ്പെട്ട് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരെ കാണണം. പൊന്നോ ഞങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അമ്മയല്ല, അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ശീലിക്കണ്ടേ? ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നില്ലെങ്കില് വണ്ടിയുടെ ഉള്ളിലുണ്ട് എല്ലാം കഷ്ടപ്പാടെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളെ പോലെ കഷ്ടപ്പെടുന്ന വേറെ ആരും ഉണ്ടാവില്ല. വല്ലാത്ത അവസ്ഥയാട്ടാ. നല്ല. അപ്പൊ എന്തായാലും ഇവിടുന്ന് നന്നായിട്ട് കാണണ്ടേ? ഇവിടുന്ന് ഇറ്റത്ത് പോയി നിന്നിട്ട് കാണാൻ പറ്റുന്ന ഇവിടെ എന്താ നോക്കണേ? ഇത് എവിടുന്ന സ്ഥലം എന്നറിയോ? ഒരു പെട്രോൾ പമ്പിന്റെ മൂലക്കാണ്. പുതിയ വണ്ടി ഇറങ്ങിയതാ, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി അല്ലേ? എന്താ ആർക്കാ പ്രേമം എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. മഹാലക്ഷ്മിയൊക്കെ പറയണം.
അപ്പൊ അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അങ്ങനെ ഒരു 6:30-7 മണിയാകുമ്പോൾ നമ്മൾ കല്യാണ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കല്യാണ വീടെല്ലാം മണ്ഡപത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ആ ലൈറ്റ് കാണുന്നിടത്താണ് കല്യാണം. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി പാർക്ക് കുറച്ച് സ്ഥലം ദൂരെയാണ് കിട്ടിയത്. എല്ലായിടത്തും ഫുള്ളായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളെല്ലാം കൂടി നടക്കട്ടെ ചെയ്ത് അത് നടന്ന് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ ലാസ്റ്റ് ലുക്ക് ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അഭിപ്രായം പറഞ്ഞോളൂ. അമ്മയും അച്ഛനും ഉണ്ണികളൊക്കെ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ബിഗ് ബോസ് ടീം എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുന്ന ടൈമായിരുന്നു. സ്റ്റേജും അതാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഓരോരുത്തരെ ഇറങ്ങി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പം അമ്മ അപ്പുറത്ത് വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് അറിയണവരനും അറിയാത്തവരനൊക്കെ പരിചയപ്പെടാനും കാണാനൊക്കെ പറ്റിയിട്ട് ഈ ഒരു പരിപാടിക്ക് പോയിട്ട് പിന്നെ എൻ്റെ ശബ്ദത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. എനിക്ക് ജലദോഷവും പനിയൊക്കെ ആട്ടാം. എൻ്റെ ശബ്ദം മൊത്തത്തിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അതിനതാ സിജോ ചേട്ടൻ ഇപ്പം ഞങ്ങളെ കണ്ടിട്ടില്ല. ഞങ്ങളതിന് കുറച്ച് ദൂരെ പോയിട്ടാട്ടെ ഇരുന്നത്. നല്ല തിരക്കും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബാക്കിലേക്കാണ് ഇരുന്നത്. നമുക്ക് ആ തിരക്കൊക്കെ ഒഴിഞ്ഞ് അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെത്തുമ്പോൾ കാത്തുമ്പോൾ നല്ല ഉറക്കമായിരുന്നു. കാത്തുമ്മ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം പോകാമെന്ന് വെച്ചു. അപ്പോൾ അതാ അമ്മയും കുഞ്ഞിനൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്. നമ്മളെ ചക്കമ്മയും കൊടുക്കുന്ന ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അവിടെ ബീച്ചിൻ്റെ അവിടെ അല്ലേ. അപ്പം മണലൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര കളിയും കാര്യങ്ങളായിരുന്നു. അങ്ങനെ അതാ ഇപ്പം കാണുന്നത് കുറേ കിളികൾ. ഈ കിളികളെ പേരൊന്നും അറിയില്ല കേട്ടോ. അതിനെ കൊണ്ടു കൊടുത്ത് സിജോ ചേട്ടൻ കൈമ വയ്ക്കുന്നതൊക്കെ കണ്ടു. അത് കണ്ടപ്പോൾ ഓക്കെ കിളികളാണ്. നമുക്ക് പേടി ഉണ്ട് എന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ പാമ്പുണ്ടായിരുന്നു. ആ പാമ്പിനെ കൊടുത്ത് കയ്യിൽ കൊടുത്തപ്പോൾ ഈശ്വരാ ഞങ്ങൾ ഉറപ്പിച്ച് കിളി മൊത്തം പോയി. കാരണം കയ്യിലിങ്ങനെ പാമ്പ് എടുത്തിട്ട് അരിക്കണം കാണുമ്പോൾ നമുക്ക് ആകെ എന്തോ പോലെ തോന്നും കേട്ടോ. പാമ്പിനെ പേടിയും അറപ്പുണ്ട്. എനിക്കായാലും അമ്മയ്ക്കായാലും കുഞ്ഞിനായാലും എല്ലാവർക്കും പേടി മാത്രമല്ല അറപ്പുണ്ട്. അതിൻ്റെ മേത്ത് എനിക്ക് മുഴുമുഴുപ്പ് എന്ന് കാണുമ്പോൾ എനിക്ക് അതിനെ തൊടാനൊക്കെ ഭയങ്കര അറപ്പാണ്. അപ്പോൾ സിജോ ചേട്ടൻ്റെ പാമ്പിനെ കണ്ട ഞാൻ പറഞ്ഞു സിജോ ചേട്ടൻ ഷെയ്ക്കുന്നത് ഞാൻ കൊടുക്കില്ല എന്ന് ഞാൻ അപ്പോളേ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ളത് ഞാൻ സ്റ്റേജിൽ വരുന്ന വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ സിജോ ചേട്ടൻ പാമ്പിന് ഉമ്മയൊക്കെ കൊടുക്കണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പാമ്പിനെ കണ്ടോടുകൂടി എൻ്റെ കിളി മൊത്തത്തിൽ പോയിട്ടാണ്. അപ്പോൾ ആദ്യം കിളികളെ വെച്ചിട്ട് ചേട്ടനും ചേച്ചും കൂടി ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ നല്ല ആസ്വദിച്ചിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പോഴും അറിയില്ല ഞങ്ങൾക്ക് സ്റ്റേജിൻ്റെ മുകളിൽ പാമ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെയാണ് അവിടെ ആരോ ഇങ്ങനെ വിളിച്ച് പറഞ്ഞത് സിജോ ചേട്ടനും പാമ്പിനെ കൊണ്ടു കൊടുക്കാനൊക്കെ. പാമ്പിനെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. ശരി പാമ്പിനൊക്കെ ആരെങ്കിലും ഇങ്ങനെ കയ്യിലെടുത്ത് വെക്കും. ഞാനിങ്ങനെ പല വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ടിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ പാമ്പിനെ കയ്യിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇതിപ്പോൾ അവർ മാലകൾ കണ്ടിട്ടും കൈമാറുന്ന ടൈമിൽ ഇങ്ങനെ മേളിൽ ഇങ്ങനെ പടക്കൊക്കെ പൊട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അടുത്തൊരു വീഡിയോ ആണ്. പിന്നെ നമുക്ക് സ്റ്റേജിലേക്ക് ഒന്നും കാണില്ലായിരുന്നു. അത്ര മീഡിയക്കാരായിരുന്നു. ശരിക്കും മീഡിയക്കാരുണ്ടെങ്കിൽ ദോഷം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴായിരുന്നു. കാരണം നമുക്ക് സ്റ്റേജിൽ ഒന്നും കാണാനില്ലായിരുന്നു. ഞാനിങ്ങനെ ഇങ്ങനെ വീഡിയോസൊക്കെ വരുമ്പോൾ ചിന്തിക്കുക അവർ മീഡിയക്കാരനുള്ളിൽ കയറ്റില്ല, അപ്പോൾ എന്താ കയറ്റാഞ്ഞല്ലേ എന്നൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പോകാറുണ്ട്. എൻ്റെ സീമന്തത്തിനും കാര്യങ്ങൾക്കൊക്കെ ഞാൻ മീഡിയക്കാരെ കയറ്റിയിട്ടുണ്ട്. അന്ന് ഞാൻ സ്റ്റേജിൻ്റെ മുകളിലേക്ക് എനിക്ക് അറിയണില്ല വരുന്ന ആൾക്കാരെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ശരിക്കും നമുക്ക് ആർക്കും സ്റ്റേജിലേക്ക് കാണില്ല. കാരണം അത്രയും മീഡിയക്കാരും കാര്യം ചുറ്റും നിൽക്കുമ്പോൾ ഒന്നും കാണാണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ മീഡിയക്കാർ വരുമ്പോഴുള്ള പ്രശ്നം എന്താണ്. ചിലരിങ്ങനെ പറയില്ല കല്യാണത്തിന് മീഡിയക്കാർക്ക് ഇത്ര ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ഇതില്ല, സ്റ്റേജിൻ്റെ അവിടെ ഒരു ഏരിയ മാത്രമേ കൊടുത്തുള്ളൂ എന്ന് കണ്ട് ഇങ്ങനെ വല്ല മീഡിയക്കാർ ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ എന്താ അങ്ങനെ ചെയ്തെന്നൊക്കെ എൻ്റെ മൈൻഡിൽ ഞാൻ തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ എവിടെയും പറയുമെന്നല്ല ഞാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കാരണം മനസ്സിലായത് എനിക്ക് ഈ ഒരു പരിപാടിക്ക് പോയപ്പോഴാണ്. കാരണം അത്ര മീഡിയക്കാരുണ്ടായിരുന്നു അവിടെ. പിന്നെ സിജോ ചേട്ടനും എല്ലാവരും കൂടി ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തുള്ളൂ. എനിക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, വയ്യായിരുന്നു. അതേപോലെ യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം, അതിന് മൊത്തത്തിൽ നല്ല ക്ഷീണത്തിലായിരുന്നു. പിന്നെ സിജോ ചേട്ടൻ്റെ ഒരു പരിപാടിക്ക് നമ്മളവിടെ എത്തണം, നമുക്കവിടെ മാക്സിമം ഇരിക്കാൻ പറ്റുന്ന ടൈമത്തോളം നമുക്കവിടെ ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ സിജോ ചേട്ടൻ വീഡിയോ കൊടുത്തു. ഇതപ്പം നമ്മൾ സ്റ്റേജിൽ കയറിയിട്ടാ. അപ്പം ഞാൻ ഷെയ്ക്കിന് കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മോട് അമ്മ നമുക്ക് ഷെയ്ക്കിന് കൊടുക്കണേട്ടാ, സിജോ ചേട്ടൻ പാമ്പിനോട്ടൊരു കൈ കഴുകിയിട്ടില്ല കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്ലാനിങ് ഞാൻ കൊടുക്കില്ല എന്നാണ്. ഇപ്പം അടുത്ത കാര്യം ട്വിസ്റ്റ് ഞാൻ കാണിച്ചുതരാം.
ആ സ്റ്റേജിൽ നിന്ന് പാമ്പിനെ എടുത്ത് മാറ്റിച്ച് പേടിച്ചിട്ട് കണ്ട ആ പാമ്പിനെ പിടിച്ച കൈ മെന്നെ ഷെയ്ക്കിന് കൊടുത്ത് ഞാൻ റിട്ടേൺ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് അമ്മ നമ്മളെല്ലാം ഷെയ്ക്കിന് കൊടുക്കില്ല പറഞ്ഞ് 2 വട്ടം ഷെയ്ക്കിന് എടുത്തു. ഷെയ്ക്കിന് കൊടുക്കാൻ മാത്രമല്ല കൈ കണ്ട ഏരിയ എവിടെയൊന്നും കാണാതെ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ കൈ കഴിക്കില്ല. സാധാരണ കൈ കഴുകിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാറില്ല. ഈ പ്രാവശ്യം കൈ കഴുകേണ്ട ഏരിയ എവിടെയൊന്നും കിട്ടിയത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ കൈ കഴിക്കുന്നുണ്ടായിരുന്നില്ല. ആ കൈ കൊണ്ടായിട്ട് ഞങ്ങൾ ഫുഡ് വരെ കഴിച്ചത്. അയ്യോ പിന്നെ ആലോചിച്ചിട്ട് എനിക്ക് അമ്മയ്ക്ക് ഒരു ഉറക്കം പോലും കിട്ടിയില്ല സത്യം പറഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ എല്ലാവരും പാമ്പിനെ തൊടണ്ടല്ലോ എന്ന് സമാധാനിപ്പിച്ചു ഞങ്ങൾ തന്നെ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. എടുത്ത് പറയേണ്ട കേസ് ചേട്ടൻ്റെയായാലും ചേച്ചിയുടെ സ്വഭാവം അടിപൊളിയായിട്ട്. ചേട്ടനെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. ചേച്ചി ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയും പോലും ചേച്ചി അങ്ങനെയല്ല നല്ല സ്നേഹത്തോടെയായിട്ട് എല്ലാവരോടും സംസാരിച്ചത്. എന്താ പറയുക സിജോ ചേട്ടനെ പറ്റിയ ഒരാൾ തന്നെ. സിജോ ചേട്ടൻ എല്ലാവരോടും നല്ല കൂളായിട്ട് തരി ചാട പോലും ഇല്ലാതെ സംസാരിക്കും. അതേപോലെ തന്നെ സിജോ ചേട്ടനെ പറ്റിയ ഒരാൾ തന്നെയായിട്ട് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ചിലവർ ചേട്ടന്മാർ സംസാരിക്കും ചേച്ചിമാർ സംസാരിക്കാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, രണ്ടാളും ഒരേപോലെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടാണ്. ചിലർ സൗന്ദര്യം അവരുടെ സംസാരത്തിലാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ നമുക്ക് ആ ചേച്ചീനെ ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം നല്ല സ്നേഹത്തോടെയാണ് നമ്മളോട് വർത്തമാനം പറഞ്ഞ് നമ്മളെ കല്യാണത്തിന് പോയപ്പോൾ നമ്മളെല്ലാവരും മൈൻഡ് ചെയ്തതൊക്കെ. ശരിക്കും ഒരു പുടവ ഇങ്ങനെ മന്ത്രക്കോടി കൊടുക്കാൻ പോകുന്ന ടൈമായിരുന്നു. ആ ടൈമിലാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഒരു മിനിറ്റ് ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് മന്ത്രക്കോടി കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നമുക്കെന്തായാലും വെയിറ്റ് ചെയ്തു. അതൊക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങൾ വേഗം പോയി ഫുഡ് കഴിക്കാൻ പോയിരുന്നു. അപ്പോൾ ഞാനും പെബിയും കുണുക്കുന്ന ഒരു ഏരിയയിൽ അമ്മയും അച്ഛനും വേറെ സ്ഥലത്താട്ടാം. ഞങ്ങൾക്ക് അങ്ങനെയാണ് സ്ഥലം കിട്ടിയത്. അപ്പം ഞാൻ കാത്തുമ്മയ്ക്കും വലിയച്ചോടത്ത് ഞാനും ഫുഡ് കഴിക്കുന്നുണ്ട്. ഏട്ടൻ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കണ്ട അമ്മയും അച്ഛനും കുഞ്ഞിനൊക്കെ അപ്പുറത്തായിരുന്നു. കുണുക്കമ്മേൻ്റെ ഫുഡടി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഇരിപ്പാന്ന് തോന്നുന്നു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച് പോവാമെന്ന്, പിന്നെ വിചാരിച്ച് കുറച്ച് നേരം കൂടെ ഇവിടെ വന്ന് ഇരുന്നിട്ട് പോവാമെന്ന്. അപ്പം അങ്ങനെ അഖിൽ മാരാറോ ആളെ പെബി ആ സീസണിലൊക്കെ നന്നായി കണ്ടിരുന്നൊരു വ്യക്തിയാണ്. പെബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആളെ പല ക്യാരക്ടറുകളും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആളെ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താട്ടാ. നമ്മളെ കാത്തുമ്മയ്ക്ക് ആളൊറ്റയ്ക്ക് ഇരുന്ന് ഭയങ്കര കളികളൊക്കെ ആയിരുന്നു. അവൾക്ക് മണ്ണിലിറങ്ങണമെന്ന് ഇങ്ങനെ ഇടയ്ക്ക് വാശി പിടിക്കും. ഉണ്ണികൾ മണ്ണിൽ കളിക്കണം കാണുമ്പോൾ അപ്പം ഞങ്ങൾ അവളെ മൈൻഡൊക്കെ മാറ്റി അവളെ ഞങ്ങൾ പിടിച്ചെടുത്തു. കാരണം മണ്ണിൽ കളിക്കാൻ തുടങ്ങിയ പിന്നെ ഒന്നിനും പറ്റി. ഞാൻ പിന്നെ കുളിപ്പിച്ചിട്ട് വേണ്ടി വരും മണ്ണിൽ കയറ്റാൻ. അതുകൊണ്ട് ഞാൻ മണ്ണിൽ കളിക്കാൻ സമ്മതിച്ചേന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മണ്ണിൽ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഞങ്ങൾ അവളെ മൈൻഡൊക്കെ മാറ്റി പിടിച്ചിരുത്തലായിരുന്നു പിന്നെ മെയിൻ പരിപാടി. പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മുടിയനെ കാണണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതുപോലെ പണ്ടൊരിക്കൽ എനിക്ക് ഇൻസ്റ്റയിൽ ഞങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. പരിചയപ്പെട്ടിട്ടുണ്ട്, ഞാനും ചേട്ടനും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് ചേട്ടൻ ഓർമ്മയുണ്ടായില്ല ഞങ്ങൾ. പക്ഷേ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് സെൽഫിയൊക്കെ എടുത്തു. എനിക്ക് തോന്നുന്നു ചേട്ടൻ ചിരിച്ചു. ഓർമ്മ ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ എനിക്കറിയില്ല, ചിരിച്ചിട്ടുണ്ടായിരുന്നു. ചിരിച്ച് പുറത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും അങ്ങനെ നേരിട്ട് കാണണമെന്ന് വെച്ചാൽ ആൾക്കാരനൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. DJ ഉണ്ടായിരുന്നു ലാസ്റ്റോട് കൂടിയിട്ട്. ഞങ്ങൾ ആ ടൈമൊക്കെ കുറച്ച് നേരം നിന്നുള്ളൂ. നമ്മളവിടുന്ന് പോരുമ്പോൾ 10 മണി ആയിട്ടുണ്ട്. നമുക്ക് അധികം ടൈം അവിടെ നിൽക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് ഇനി വീടെത്തണ്ട, വീട്ടിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ അവിടെ എത്തണ്ടെന്ന് വെച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് വേഗം തന്നെ അവിടുന്ന് പോരാന്ന് വെച്ചു. നമ്മൾ കുറച്ച് ഒരു 7 മണി തൊട്ട് ഒരു 10 മണി വരെ നിന്നുണ്ട്. പക്ഷെ DJ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചാകുമ്പോഴേക്കും ഞങ്ങൾ പോകുന്നു. നമ്മളെ കാത്തുമ്പോൾ ഭയങ്കര കളിയാട്ടാ. അത്ര ലൈറ്റ് ഭയങ്കര കളിയും കഴിയുമ്പോൾ മണ്ണിലേക്ക് ഇറങ്ങാനുള്ള അങ്ങനെയാണ്. ഈ കോലത്തിലായിരുന്നു കേട്ടാ. അവിടെ എത്തുമ്പോ മാറി ആ ചേട്ടൻ എൻ്റെ അടുത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലേ അതേ ഒന്നുകൂടി പറഞ്ഞൂടെ മോളെ. അവിടെ അവിടെ ഉള്ളല്ലേ പറഞ്ഞൂടെ. ഒന്ന് പറഞ്ഞോ നമുക്ക് വായിക്കാം. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ കല്യാണം. നമ്മൾ എന്താ പറയാ നമ്മുടെ ഒരു വീട്ടിലെ കല്യാണം പോലെ. ചേട്ടൻ നമ്മൾ ഏത് എന്തിനും ഇത്തരം ടൈം ഇരിക്കാല്ലോ. പക്ഷെ ഇവിടെ നോക്കി ഇരുന്നിട്ട് ടൈം പോയത് അറിഞ്ഞില്ല. എല്ലാരും ഒരേപോലെ വെയിറ്റ് ചെയ്ത് ഭയങ്കര സന്തോഷം തോന്നി. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മള് ചേട്ടന്റെ കല്യാണം പോലെ ഫീൽ ചെയ്തു അല്ലേ?
ചേട്ടന്റെ കല്യാണം. ഇങ്ങോട്ട് വാ. അപ്പൊ ഇവിടുന്ന് ചായ സിജോ അടിപൊളിയാണ്. പവർഫുള്ളാണ്. രണ്ടാണ് അതുപോലെ ബിഗ് ബോസിലെ ഏറെക്കുറെ എല്ലാവരും നല്ല ആൾക്കാരാണ്. ജാടൊന്നുമില്ലാണ്ട് എല്ലാവരും കാത്തുമ്മയാണെങ്കിൽ ഇവിടെ അലമ്പത്തിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അല്ലേ ഇവിടെ ബാക്കി ചിലര് കാണിക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരാണ് പറ്റിയ നമുക്ക് അല്ലേ? തീർച്ചയായിട്ടും ഒന്നേ പൊന്നു വന്നെടുത്തര്. അപ്പൊ ഇനി ഇവിടെ കഴിച്ച് സെറ്റ് ആവട്ടെ.